ഒരു വയലിന്റെ സമീപത്ത് നിന്ന് കത്തുകയാണ്. ആളിക്കത്തുന്ന തീ കണ്ട് നാട്ടുകാർ ഓടിക്കൂടി വെള്ളമൊഴിച്ച് ആ തീ കെടുത്തി. പക്ഷേ തീ അണയ്ക്കുമ്പോഴേക്കും കാറ് പൂർണ്ണമായി കത്തിക്കരിഞ്ഞിരുന്നു. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്, അകത്ത് 2 ഡെഡ് ബോഡിയുണ്ട്, കത്തിക്കരിഞ്ഞു കിടക്കുന്ന 2 ഡെഡ് ബോഡികൾ. അങ്ങനെ വാഹനത്തിന്റെ നമ്പരൊക്കെ വെച്ച് ആ ഉടമസ്ഥനെ അവർ കണ്ടെത്തി. വാഹനത്തിന്റെ ഉടമ ആരാണ് എന്ന് അവർ കണ്ടെത്തി. നല്ല സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കുന്ന ഒരു മാതാപിതാക്കൾ, സമൂഹത്തിൽ മാന്യതയോടെ ജീവിക്കുന്നവർ, നല്ല വിദ്യാഭ്യാസമുള്ളവർ, നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായങ്ങൾ അവരെ കൊണ്ടുണ്ട്. നല്ല ജോലിയും നല്ല സാമ്പത്തിക ചുറ്റുപാടും നല്ല വീടും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ടും എന്തിനാണ് ഈ വയോധികരായ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തത്? അങ്ങനെ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് വീടിനകത്ത് നിന്ന് ഒരു ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തി. ആത്മഹത്യക്കുറിപ്പിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: 38 വയസ്സ് പ്രായമുള്ള അവരുടെ മകൻ ലഹരിക്ക് അടിമയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ലഹരിക്ക് അടിമപ്പെട്ടു. അവനെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ആ ലഹരിയുടെ അടിമത്വത്തിൽ നിന്ന് അവനെ വിടുവിച്ചെടുക്കുവാൻ, അവനെ നിന്ന് വിമോചിപ്പിച്ചെടുക്കുവാൻ അവരെ കൊണ്ട് ആകുന്നതെല്ലാം ചെയ്തു. അവനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഇടത്തെല്ലാം പോയി. മെഡിസിൻ അവന് കൊടുത്തു, ഡിഅഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോയി, ധ്യാന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി, കൗൺസിലിംഗിൽ അവനെ വിധേയനാക്കി, ട്രീറ്റ്മെന്റ് എടുത്തു. ഒരുപാട് കാര്യങ്ങൾ. ആ മാതാപിതാക്കൾ പൈസ ഉള്ളവരായതുകൊണ്ട് അവർ ആ പണം ഉപയോഗിച്ച് അവരെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി ആ ചെറുപ്പക്കാരനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ നോക്കി. പക്ഷേ ദീർഘവർഷങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും കൗൺസിലിംഗ് നടത്തിയിട്ടും അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ലഹരിക്ക് അവൻ അടിമയായി തന്നെ തുടർന്നു. ചില സമയങ്ങൾക്ക് വേണ്ടി മാത്രം അവൻ ലഹരി ഉപേക്ഷിക്കും, വീണ്ടും അവൻ അത് പുനരാരംഭിക്കും. അങ്ങനെ മകനെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഇനി ഒരിക്കൽ പോലും തങ്ങളുടെ മകൻ ലഹരിയിൽ നിന്ന് വിമുക്തനാകുകയില്ല, അവൻ ഇങ്ങനെ ജീവിച്ച് തകരും, നശിക്കുമെന്ന് ചിന്തിച്ച്, മനസ്സ് തകർന്ന നശിച്ചു പോകുമെന്ന് ചിന്തിച്ച, ഒരുപാട് വേദനിച്ച നെഞ്ചു തകർന്ന മാതാപിതാക്കൾ ഒടുവിൽ തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് ആത്മഹത്യ. മകന്റെ തകർന്ന ജീവിതം കാണാൻ കഴിയാതെ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന, ലഹരിക്ക് അടിമയായി തീർന്നിരിക്കുന്ന തങ്ങളുടെ മകന്റെ ജീവിതം കാണാൻ കഴിയാതെ ആ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു. അതിഭീകരമായ ആത്മഹത്യ. പ്രിയരെ, എത്ര ദാരുണമായ സംഭവമാണ്! ഇതുപോലെ എത്രയോ കുടുംബങ്ങൾ നമ്മുടെ നടുവിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. എത്ര മാതാക്കൾ നമ്മുടെ ഇടയിൽ ഇതുപോലെ ആത്മഹത്യ ചെയ്തു. എത്ര മാതാപിതാക്കൾ നമ്മുടെ ഇടയിൽ ആത്മഹത്യകൾ ചെയ്തു ലഹരിയുടെ ആസക്തി കൊണ്ട്. എത്രയോ ദാമ്പത്യ ജീവിതങ്ങൾ പൊളിഞ്ഞുപോയി. ഒരുപാട് സ്വപ്നങ്ങൾ വിവാഹ ജീവിതത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തെ കൊണ്ടുമൊക്കെ ഹൃദയത്തിൽ കണ്ട് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറി വന്ന പെൺകുട്ടി, അവൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ജീവിതം തുടങ്ങിയത്. പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ജീവിത പങ്കാളി തന്റെ ഭർത്താവ് ലഹരിക്ക് അടിമയായി. അങ്ങനെ ആ ജീവിതം തകർന്നുപോയ എത്ര കുടുംബങ്ങളുണ്ട്. ഈ തൃശ്ശൂർ പട്ടണത്തിൽ തന്നെ ഈ സമീപകാലത്ത് ഞാൻ കേട്ട ഒരു വാർത്ത, ഒരു പെൺകുട്ടി വിവാഹിതയായി, അവളുടെ ഭർത്താവും കുടുംബവും നല്ല അന്തസ്സോടെ ജീവിക്കുന്ന ഒരു കുടുംബം. വിവാഹത്തിന്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു, സന്തോഷത്തോടെ ആ ദിവസം കഴിഞ്ഞുപോയി. 2ാമത്തെ ദിവസം മുതൽ പെൺകുട്ടിയുടെ സ്വഭാവത്തിനകത്ത് കാര്യമായിട്ടെന്തോ ഒരു പ്രത്യേകത, അവൾക്കൊരു മാറ്റം. അങ്ങനെ അവരത് ശ്രദ്ധിക്കാൻ തുടങ്ങി. 3ാം ദിവസമായപ്പോൾ അവൾ ആകപ്പാടെ മാറിയിരിക്കുന്നു. അവൾ വയലന്റായി, വീട്ടുകാരോടൊക്കെ വളരെ മോശമായി പെരുമാറാനും അവരെ ഉപദ്രവിക്കാനും തുടങ്ങി. അങ്ങനെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ആ പെൺകുട്ടി ലഹരിക്ക് അടിമയാണ്. വിവാഹം കഴിഞ്ഞതിന്റെ 3ാം ദിവസം ആ വീട്ട് മരണ തുല്യമായ ഒരു മരണ വീടിന് തുല്യമായ വീടായി ആ വീട് മാറി. അവർ വേർപിരിഞ്ഞു. 2 കൂട്ടരും വേർപിരിഞ്ഞു. പ്രിയരെ, വിവാഹത്തിന്റെ 3ാമത്തെ ദിവസം അവർ തമ്മിൽ വേർപിരിഞ്ഞു. ഇന്ന് ഡൈവേഴ്സായി, 2 പേരും 2 വഴിക്ക്. ഞാൻ പറഞ്ഞല്ലോ, എത്ര കുടുംബങ്ങൾ ഇതുപോലെ തകരുന്നു. എത്ര ആളുകളുടെ ജീവിതമാണ് ഇങ്ങനെ നശിച്ച് തരിപ്പണമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ലഹരി ഒരു അപകടമാണ്. നമ്മുടെ സമൂഹത്തിന് ഒരു അപകടമാണ്. കുടുംബങ്ങൾക്കൊരു അപകടമാണ്. നമ്മുടെ സമൂഹത്തിന് ഒരു അനർത്ഥമാണ്. ഞാൻ ഇന്ന് പകൽ ഈ വൈകുന്നേര സമയത്ത് സംശയം പോലുമില്ലാതെ ഉച്ചസ്ഥരം ഉറക്കം വിളിച്ചു പറയുന്നു, ലഹരി കൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല.
ലഹരി കൊണ്ടാരും നന്നായിട്ടില്ല, ലഹരി കൊണ്ടാരും ഗുണപ്പെട്ടിട്ടില്ല. ലഹരി മാന്യതയോടെ ഇരിക്കുന്നവനെ സമൂഹത്തിന് മുമ്പിൽ അപമാനത്തോടെ കൊണ്ടു നിർത്തിക്കിട്ടുകയുള്ളൂ. ലഹരി എന്ന് പറയുന്ന വില്ലൻ ധനവാന്മാരെ ദരിദ്രന്മാരാക്കി മാറ്റിക്കിട്ടുകയുള്ളൂ. ലഹരി എന്ന് പറയുന്ന ഈ വിഷവസ്തുക്കൾ മനുഷ്യന്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളൂ. ഭാര്യമാരുടെയും മക്കളുടെയും അവകാശം നിഷേധിക്കപ്പെട്ടു. നല്ല വസ്ത്രം ധരിക്കാൻ, നല്ല ആഭരണമിടാൻ, നല്ല ആഹാരം കഴിക്കാൻ, നല്ല വീട്ടിൽ വസിക്കാൻ, നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ അവർക്കുള്ള അവകാശവും അവരുടെ ആഗ്രഹങ്ങളും ഹനിക്കപ്പെടുകയാണ്. കാരണം ലഹരിക്ക് അടിമപ്പെട്ട അവരുടെ കുടുംബനാഥം നിമിത്തം അതൊക്കെ അവർക്ക് ഹനിക്കപ്പെടുകയാണ്. എത്ര പേർ അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര പേർ അങ്ങനെ വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഒരു വിമോചനം ആവശ്യമാണ്. ലഹരിയുടെ ആസക്തിയിൽ അകപ്പെട്ടുപോയ വ്യക്തികൾ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടണം. ലഹരി എന്ന ഈ ശത്രുവിന്റെ കരത്തിൽ നിന്ന് ലഹരിക്ക് അടിമപ്പെട്ടു പോയി നമ്മുടെ സമശിഷ്ടങ്ങൾ, സഹജീവികൾ രക്ഷ പ്രാപിക്കണം എന്ന് മാത്രമല്ല, ഇനി ഒരു വ്യക്തി പോലും, ഒരു വിദ്യാർത്ഥിയോ ഒരു മുതിർന്ന ആളോ ഒരു വ്യക്തി പോലും ഇനി ലഹരിക്ക് അടിമപ്പെടരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെങ്ങനെയാ സാധിക്കുന്നത്? ലഹരിക്ക് അടിമപ്പെട്ടു പോയ വ്യക്തി ലഹരിയിൽ നിന്ന് എങ്ങനെയാണ് വിമോചിതനാകുന്നത്? ഒരു വ്യക്തി ലഹരിക്ക് ഇനി അടിമപ്പെടാത്ത വിധം എങ്ങനെയാണ് ജീവിക്കുന്നത്? അതാണ് ഞങ്ങളുടെ സന്ദേശം ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ ലഹരി മാഫിയ അഴിഞ്ഞാടുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു, മോഷണങ്ങൾ നടക്കുന്നു, സകല അധാർമികതയും സാമൂഹിക തിന്മകളും പെരുകി വരുന്നു. അതുകൊണ്ട് ലഹരി മാഫിയയെ പിടിച്ചു കെട്ടണം, എന്നാൽ സമൂഹത്തിൽ സമാധാനം ഉണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം അതിതീഷ്ണമായ, അതിതീവ്രമായ, സ്തുത്യർഹമായ നിലയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഉറപ്പിച്ചു പറയാം, ലഹരി മാഫിയ എന്ന സംഘത്തെ ഇവിടെ പിടിച്ചു കെട്ടിയാലും ലഹരി ഉപയോഗത്തെ നിയമങ്ങൾ കൊണ്ട് നിയന്ത്രിച്ചാലും മനുഷ്യൻ മറ്റൊരു വഴിയിലൂടെ അവന്റെ ആഗ്രഹങ്ങൾ സാധ്യമാക്കിക്കൊണ്ടിരിക്കും. ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരളം ഭരിച്ചൊരു ഗവൺമെന്റ്, ഒരു മുഖ്യമന്ത്രി മദ്യനിരോധനം നടപ്പിലാക്കി നമ്മുടെ നാട്ടിൽ. പക്ഷേ എന്താ സംഭവിച്ചത്? അവർ വീണ്ടും വ്യാജമദ്യം ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും മദ്യ നിരോധനം നിയമം മുഖാന്തരം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവിടങ്ങളിലൊക്കെ വ്യാജമദ്യം മനുഷ്യൻ നിർമ്മിക്കാൻ തുടങ്ങി. നിയമം അനുവദിക്കുന്ന നിലയിൽ മദ്യം കിട്ടാതെ വന്നപ്പോൾ വ്യാജമദ്യം മനുഷ്യൻ നിർമ്മിച്ചു. ആ വ്യാജമദ്യം കുടിച്ച് അനേകരുടെ ജീവൻ നഷ്ടപ്പെട്ടു, അനേകരുടെ കാഴ്ച നഷ്ടപ്പെട്ടു, അനേകർ നിത്യ രോഗികളായിട്ട് മാറി. ഇതങ്ങൾ പറഞ്ഞത്, ലഹരി വസ്തുക്കൾക്ക് തടയിടാൻ നിയമം കൊണ്ട് ശ്രമിച്ചാലും ഒരു മാർഗത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ മനുഷ്യൻ കുറുക്കുവഴികൾ കണ്ടെത്തി അവന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴും ഇവിടെ കൊലപാതകങ്ങൾ നടക്കും. ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമല്ല കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരിക്കൽ പോലും മദ്യം രുചിച്ചു നോക്കിയിട്ടില്ലാത്ത, കഞ്ചാവ് നോക്കിയിട്ടില്ലാത്ത എത്രയോ ആളുകൾ ഇവിടെ കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത എത്രയോ ആളുകൾ പീഡനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല വിഷയം, ലഹരി അല്ല വിഷയം. ലഹരി അല്ല മനുഷ്യനെ തെറ്റിക്കുന്നത്. മനുഷ്യനെ തെറ്റിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് ലഹരി എന്നിരിക്കെ, ലഹരി ഉൾപ്പെടെയുള്ള സകല സാമൂഹിക തിന്മകളിലേക്കും അധാർമികതകളിലേക്കും മനുഷ്യനെ വഴിതിരിച്ചു വിടുന്ന ഈ അദൃശ്യമായ കാരണമെന്താണ്? ഞങ്ങൾ സുവിശേഷകന്മാരാണ്. തിരുവോരങ്ങളിൽ നിന്നുകൊണ്ട് രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മഹത്തായ സുവിശേഷം ലോകത്തിലെ സകല മതഗുരുക്കന്മാരെക്കാൾ സകല നേതാക്കന്മാർ ശക്തനും മഹത്വമുള്ളവരുമായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുന്ന സുവിശേഷകന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ദേശത്തോടും ലോകത്തോടും വിളിച്ചു പറയാനുള്ള യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ്. മനുഷ്യന്റെ അകത്ത് കുടികൊള്ളുന്ന പാപം, മനുഷ്യന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന പാപം, മനുഷ്യന്റെ ചിന്തകളിൽ, വിചാരങ്ങളിൽ, വികാരങ്ങളിൽ കൂടുകൂട്ടിയിരിക്കുന്ന പാപം, അതാണ് മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത്. മനുഷ്യനെ സകല തിന്മകളിലേക്കും അധാർമികതകളിലേക്കും അസാൻമാർഗികതകളിലേക്കും സകല മ്ലേച്ഛതകളിലേക്കും എല്ലാ കൊള്ളരുതായ്മകളിലേക്കും മനുഷ്യനെ വലിച്ചിടയ്ക്കുന്ന അദൃശ്യമായ ശക്തിയാണ് ഈ പാപം എന്ന് പറയുന്നത്. തെറ്റ് ചെയ്ത് പാപം ചെയ്ത് മനുഷ്യൻ പാപിയാകുകയല്ല,
മറിച്ച് മനുഷ്യന്റെ അകത്ത് പാപമിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ പാപിയാകുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. മനുഷ്യൻ പാപിയാണ്, മനുഷ്യന്റെ അകത്ത് പാപമുണ്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഈ ആധുനിക യുഗത്തിൽ ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ലെങ്കിൽ താങ്കൾ പറ സ്നേഹിത, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വിദ്യാഭ്യാസത്തിന് കുറവാണോ? അല്ല, വിദ്യാഭ്യാസം ആവോളം കിട്ടിയില്ലേ? വിദ്യാഭ്യാസ മേഖല ആവോളം ഉയർന്നില്ലേ? നല്ല വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ ഇന്നും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? മെഡിക്കൽ കോളേജിൽ ഡോക്ടറായി ജോലി ചെയ്യുന്ന ഒരു യൗവനക്കാരൻ, ആ യൗവനക്കാരനെ പോലീസ് പിടിച്ചില്ലേ? കയ്യിൽ MDMA കരുതിയതിന്റെ പേരിൽ നമ്മളൊക്കെ ഒരുപക്ഷെ ആ ഡോക്ടറിന്റെ മുമ്പിൽ പോയി എത്ര വട്ടം ഇരുന്ന് കൊടുത്തിട്ടുണ്ടാകും? നമ്മളെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും ജഡ്ജിമാരും പോലീസും ഇവിടുത്തെ എല്ലാ ഉന്നതന്മാരും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും ശ്രേഷ്ഠന്മാരായ ആളുകളും അടക്കം ഇവിടെ ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക തിന്മകൾക്ക് വഴിപ്പെട്ടു പോകുമ്പോൾ യഥാർത്ഥ കാരണം മനുഷ്യന് വിദ്യാഭ്യാസമില്ല എന്നുള്ളതല്ല, സാംസ്കാരിക അവബോധം മനുഷ്യന് ഇല്ല എന്നുള്ളതല്ല, സാഹിത്യത്തെ കുറിച്ചുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടല്ല. ഇതെല്ലാം മനുഷ്യനുണ്ട്. പക്ഷേ ഇവയെല്ലാം ഉണ്ടായിട്ടും വീണ്ടും തെറ്റിലേക്ക് പോകുന്നതിന് കാരണം മനുഷ്യന്റെ അകത്ത് കുടികൊള്ളുന്ന പാപം എന്ന അദൃശ്യമായ ശക്തിയാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, പാപത്തിൽ നിന്ന് പാപം ചെയ്യാനുള്ള അവന്റെ ആന്തരിക ശക്തിക്കകത്തു നിന്ന് പുറത്തു വരാത്ത കാലത്തോളം ഇവിടെ ലഹരി നിരോധിച്ചാലും മദ്യം നിരോധിച്ചാലും മദ്യശാലകൾക്ക് താഴിട്ടാലും ഇവിടുത്തെ എല്ലാ ലഹരി വസ്തുക്കൾക്കും നിയമം കൊണ്ട് നിരോധിച്ചാലും മനുഷ്യൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനുഷ്യൻ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യാൻ കഴിയാതെ, ദോഷമായത് ചെയ്യാൻ കഴിയാതെ, അധാർമികമായതും മ്ലേച്ഛമായതും കൊള്ളരുതായ്മയും ചെയ്യാതെ ഒരു നല്ല ചിന്തയ്ക്ക്, നല്ല മനോഭാവത്തിന്, നല്ല വ്യക്തിത്വത്തിന്, നല്ല സ്വഭാവങ്ങൾക്ക് ഉടമയായി ജീവിക്കുവാൻ മനുഷ്യന് സാധ്യമാകണമെങ്കിൽ മനുഷ്യന്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന പാപമെന്ന അദൃശ്യമായ ശക്തിക്കകത്തു നിന്ന് മനുഷ്യനൊരു വിമോചനം ലഭ്യമായേ പറ്റുകയുള്ളൂ. അതവിടെ ലഭിക്കും. അതിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. അതാണ് സുവിശേഷം നമ്മോട് വിളിച്ചു പറയുന്നത്. മറ്റൊരുവനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ടിട്ടുള്ള വേറൊരു നാമവും ഇല്ല എന്ന് ഞങ്ങൾ ഉച്ചസ്ഥലം ഘോരഘോരം പ്രഘോഷിക്കുമ്പോൾ ആ സന്ദേശം വിളിച്ചു പറയുന്നത് മനുഷ്യന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, പാപത്തിന്റെ ശിക്ഷയ്ക്ക് നിന്ന് രക്ഷപ്പെടാൻ, പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ മാർഗമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇസങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. തത്വസംഹിതകൾ, പ്രത്യേക ശാസ്ത്രങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അനവധി നിരവധി ചരിത്രകാരന്മാർ, തത്വജ്ഞാനികൾ കാലഘട്ടത്തിന്റെ താളുകളിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്, പിറവി കൊണ്ടിട്ടുണ്ട്. അവരുടെ അപരങ്ങളിൽ നിന്ന് അടർന്നു വീണ സ്വർണ്ണമുത്തുകൾ എന്ന് വിളിക്കപ്പെടുന്ന മനോഹരമായ വാമൊഴികൾ, അവരുടെ വാക്കുകൾ, അവരുടെ തൂണികൾ തുമ്പിൽ നിന്ന് അടർന്നു വീണിട്ടുള്ള ഏറ്റവും ഗഹനമായ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കൊന്നും നമ്മെ ലോകത്തിൽ ഒരു മനുഷ്യനെ പോലും പാപത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 2025 പരം വർഷങ്ങളായി മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ടും അല്ലാതെയും തെറ്റ് ചെയ്ത്, തിന്മ ചെയ്ത്, പാപം ചെയ്ത്, അധർമ്മം ചെയ്ത്, എല്ലാത്തരം വൃത്തികേടുകളും ചെയ്തുകൊണ്ട് പാപത്തിൽ മുഴുകി ജീവിച്ച അനവധി നിരവധി ആളുകളുടെ ജീവിതത്തെ പാപത്തിൽ നിന്നും രക്ഷിച്ച മഹത്തായ സന്ദേശമാണ് സുവിശേഷം എന്ന മഹത്തായ സന്ദേശം. പോലീസിന്റെ 3ാം മുറയ്ക്കും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ശാസനകൾക്കും ശിക്ഷണങ്ങൾക്കും നന്നാക്കാൻ കഴിയാതിരുന്ന എത്രയോ ആളുകളെ ഇനി ഇവൻ നന്നായില്ല, ഇനി ഇവൻ ഗതിപിടിക്കില്ല, ഇവനിങ്ങനെ തകർന്നു പോകുകയേ ഉള്ളൂ, ഇവനിങ്ങനെ നശിച്ചു പോകുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അനേകർ ഉപേക്ഷിച്ച് കളഞ്ഞ അനവധി ആളുകളുടെ ജീവിതത്തെ തന്നതെടുത്ത സമൂഹത്തിന് മുന്നിൽ അവരെ മാന്യതയോടുകൂടെ നിർത്തിയ സന്ദേശമാണ് സുവിശേഷം എന്ന മഹത്തായ സന്ദേശം. ഈ സന്ദേശം വിളിച്ചു പറയുന്നത് മനുഷ്യൻ പാപിയാണ്, മനുഷ്യൻ പാപിയാണ്. ലോകത്തിൽ എല്ലാ മനുഷ്യരും പാപിയാണ്. പാപി അല്ലാത്തവരായി ഈ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തു ഒഴികെ ബാക്കിയുള്ളവരെല്ലാം പാപികളായി ഭൂമിയിൽ പിറന്നു വീണപ്പോൾ പാപികളെ രക്ഷിക്കേണ്ടതിന് പാപമില്ലാത്തവനായി ലോകത്തിൽ അവതരിച്ച ഒരേ ഒരു അവതാര പുരുഷൻ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്നേഹിത, വ്യത്യസ്തനായി ഭൂമിയിൽ
ജനിച്ച് വ്യത്യസ്തനായി ഭൂമിയിൽ ജീവിച്ച് വ്യത്യസ്ത ലക്ഷ്യത്തിനു വേണ്ടി മരിച്ചവരിൽ നിന്നും വ്യത്യസ്തരായി ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു സമൂഹത്തിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ ഏവരും എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സ്നേഹിത, ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, പാപസ്വഭാവത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ പല വഴിയും നോക്കിയിട്ടും അവിടെയൊക്കെ പരാജയപ്പെട്ട് എനിക്കൊരു മോചനമില്ല, ഞാനിങ്ങനെ നശിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ, അങ്ങനെ പറയാൻ വരട്ടെ, അങ്ങനെ തീർപ്പ് കൽപ്പിക്കാൻ വരട്ടെ. താങ്കളെ രക്ഷിക്കാൻ മതിയായവൻ കർത്താവായ ക്രിസ്തുയേശുവാണ്. ആ യേശു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്ന്, ഞാനൊരു പാപിയാണ്, ഈ പാപത്തിൽ നിന്നും പാപസ്വഭാവത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, എന്റെ ജീവിതത്തിൽ വെളിച്ചം പകരണമേ, സമാധാനം പകരണമേ, പാപസ്വഭാവത്തിൽ നിന്നും എന്നെ രക്ഷിച്ച് പാപരഹിതമായൊരു ജീവിതം നയിപ്പാൻ അങ്ങനെ സഹായിക്കണമേ എന്ന് ആരും ഉള്ളം തുറന്ന് പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന കേട്ട് തന്റെ രക്തം കൊണ്ടവനെ കഴുകി ശുദ്ധീകരിച്ച് ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത എല്ലാ പാപത്തിന്റെ കുറ്റങ്ങളെയും അവനോട് ക്ഷമിച്ച് ചെയ്തുപോയ പാപത്താൽ അവന്റെ മനസ്സിൽ കൂടികുട്ടിയ കുറ്റബോധങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ച് പാപത്തിന്റെ പരിമിത ഫലങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ച് പാപരഹിതമായ ഒരു ജീവിതത്തിനു വേണ്ടി അവന് പുതിയ സ്വഭാവം കൊടുക്കാൻ, പുതിയ ചിന്ത കൊടുക്കാൻ, പുതിയ മനോഭാവം കൊടുക്കാൻ, ഒരു പുതിയ വ്യക്തിയാൽ അവരെ പണിതെടുക്കാൻ കരുത്തുള്ളവനാണ് കർത്താവായ ക്രിസ്തുയേശു. ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തെറ്റിദ്ധാരണകളും മുൻവിധികളും മാറ്റിവെച്ച് അബദ്ധ ജടിലമായ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് സുവിശേഷം എന്ന മഹാസന്ദേശത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് ആ സന്ദേശത്തിന്റെ ആധാരശിലയും സാകാരസത്യവുമായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഓടി വരാൻ ഞങ്ങൾ നിങ്ങളെ സാദരം സ്വാഗതം ചെയ്യുകയാണ്. യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ടുള്ളവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ഏത് അധമ പാപിയെയും രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. യേശു ഇന്നും ജീവിക്കുന്നു. ആ യേശു താങ്കളെ രക്ഷിക്കും നിശ്ചയം. എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവായ ക്രിസ്തുയേശു ഈ ലോകത്ത് വീണ്ടും വരാൻ പോവുകയാണ്. തന്റെ പുനരാഗമനത്തിന് മുൻപ് നമുക്ക് രക്ഷപ്പെടാൻ, മാനസാന്തരപ്പെടാൻ, പാപം ഏറ്റുപറയാൻ, പാപിയാണെന്ന് സമ്മതിക്കാൻ, രക്ഷയ്ക്കായി ഓടിച്ചെല്ലാൻ സമയമുണ്ട്. സ്നേഹിത, യേശു പുനരാഗമിച്ച് കഴിഞ്ഞാൽ, യേശു രണ്ടാമതും പ്രത്യക്ഷനായി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ എന്നേക്കുമായി നാം നിത്യനരകത്തിൽ കൈവിടപ്പെട്ടു പോകും. അത് സംഭവിക്കാതിരിക്കട്ടെ. ഈ കന്നാറ ദേശത്തുള്ള എല്ലാവരും പാപ ക്ഷമ പ്രാപിച്ച് പാപ സ്വഭാവത്തിൽ നിന്നും രക്ഷ പ്രാപിച്ച്